ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അവിടുന്ന് ജ്ഞാനം കൊണ്ടാണ് ആകാശത്തെയും ഭൂമിയും സകല ചരാചരങ്ങളും സൃഷ്ടിച്ചത്. ഈശോ വീണ്ടും പറയുന്നു, ജ്ഞാനമാണ് ഞാൻ, എന്നിലൂടെ സർവ്വതും സൃഷ്ടിക്കപ്പെട്ടു. ജ്ഞാനം തേജസ്സുറ്റതാണ്, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു. ജ്ഞാനം തേടുന്നവർ തന്നെ അഭിലഷിക്കുന്നവർക്ക് അവ വെളിപ്പെടുത്തുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. പ്രഭാതത്തിൽ അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. എൻ്റെ വിചാരം ഇങ്ങനെയായിരുന്നു. ദിവസവും പള്ളിയിൽ ചെന്ന് വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയോട് പറയണം, എനിക്ക് ജ്ഞാനം തരണമേ എന്ന് ഞാൻ പറയുമായിരുന്നു. യേശയ്യാ പ്രവാചകനെ വിശദീകരിച്ചതുപോലെ എന്നെ വിശദീകരിക്കണം, ഏലിയാ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ പോലെ എന്നെ ശക്തിപ്പെടുത്തണം. അതേമാതിരി സോളമനും ദാനിയേലിനും ജ്ഞാനം കൊടുത്തതുപോലെ എനിക്കും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ഒക്കെ വരം തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് എന്ന് ബ്രദർ പറഞ്ഞപ്പോഴാണ്, പ്രഭാതത്തിലൂടെ പുലർച്ചെയുള്ള പ്രാർത്ഥനയിലാണ്, 4 മണി പ്രാർത്ഥനയിലാണ് നമ്മിൽ ദൈവം ജ്ഞാനം നൽകുന്നതെന്നും ജ്ഞാനവുമായി നമ്മൾ കൂട്ടുകൂടുകയും പ്രാണപ്രിയനെ പോലെ അവരെ അഭിലഷിച്ചാൽ മാത്രമേ ജ്ഞാനം കിട്ടുകയുള്ളൂ എന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചു. അന്ധകാരത്തിലെ നിധിയും യേശയ്യാ 45:2-3 വാക്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമ്പലുകൾ ഒടിക്കുകയും ചെയ്യുമെന്ന്. ആ വചനം എൻ്റെ പാപത്തിൻ്റെ, എൻ്റെ ഉള്ളിലുള്ള അന്ധകാരത്തെ നീക്കി എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെയും ദൈവിക ജ്ഞാനത്തെയും കുറിച്ചുള്ള ദൈവിക ജ്ഞാനം നമുക്ക് നൽകുമെന്നുള്ള ദൈവിക രഹസ്യങ്ങളാണ് നൽകുക എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം പറയുമായിരുന്നു, ഞങ്ങളുടെ സുഹൃത്തുക്കൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ ആ സുഹൃത്ത് പറയുമായിരുന്നു, എവിടെയടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അന്ധകാരത്തിൽ നിധി ധനശേഖരമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ എവിടെ ഇത് കിട്ടണ കാണാനില്ല, ഇത് നമ്മളെന്നും ഇങ്ങനെ കുത്തുവാളി എടുത്തുകൊണ്ട് നിൽക്കുന്നതാണല്ലോ, ഇതെന്താ എനിക്ക് കിട്ടാത്ത കാശ്, എനിക്കാണെങ്കിൽ കടങ്ങളോട് കടങ്ങൾ വീടുന്നില്ലല്ലോ. ഞങ്ങൾ വിചാരിക്കും എനിക്ക് പെൻഷൻ, ഇപ്പോൾ എനിക്ക് ജോലിയൊന്നുമില്ല, വികലാംഗ പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഈ വികലാംഗ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബ്രദർ പറഞ്ഞ മാതിരി ഈ വചനം യേശയ്യാ 45:2-3 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതേമാതിരി തന്നെ ഹെബ്രായരുടെ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ, ആ വചനം പറഞ്ഞുകൊണ്ട് നടക്കും. അല്ലാണ്ട് ഈ വചനത്തിൻ്റെ അർത്ഥം ഇന്നതാണ് എന്നുള്ളത് ബ്രദറിലൂടെ എനിക്ക് ബോധ്യം ലഭിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.